എന്തായാലും പട്ടിക ഞെട്ടിച്ചിട്ടില്ല. എല്ലാവരും ആ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഞെട്ടിക്കുകയല്ല, പക്ഷേ ചില സർപ്രൈസുകൾ, അപ്രതീക്ഷിതമായ ചില സ്ഥാനാർത്ഥികൾ, ചില മണ്ഡലങ്ങൾ എന്ന രീതിയിൽ അതിനെ കാണേണ്ടി വരും. ബി.ജെ.പി എല്ലാ കാലത്തും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വനിതകളെ കൂടുതലായി സ്ഥാനാർത്ഥികളായി കൊണ്ടുവരികയും വനിതകൾക്ക് നല്ല വകുപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ബി.ജെ.പി എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അനിൽ ആന്റണി KPCC ഡിജിറ്റൽ മീഡിയ കൺവീനറായിരുന്ന വ്യക്തിയാണ്. എ.കെ. ആന്റണിയുടെ മകൻ എന്ന കൗതുകം അവിടെ നിൽക്കുന്നു. ഈ BBC ഡോക്യുമെൻ്ററി ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ പ്രദർശന വിവാദവുമായി ബന്ധപ്പെട്ട് മോദിക്ക് അനുകൂലമായി നടത്തിയ ആ പ്രതികരണമാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനാർത്ഥിത്വം നൽകിയെന്ന് വേണം കരുതാൻ. അങ്ങനെ ആ രൂപത്തിൽ അത് ചർച്ചയാകുന്നത് ദേശീയ സെക്രട്ടറി ആണ്. അതൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അദ്ദേഹം എത്രത്തോളം സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നു എന്ന്, ഏതൊക്കെ വിഷയങ്ങൾ കൃത്യമായി ഉന്നയിക്കാൻ കഴിയുന്നു എന്നൊക്കെയുള്ള ഒരു ചോദ്യമായി അവിടെ നിൽക്കുന്നു. ഏതായാലും ശോഭാ സുരേന്ദ്രൻ ഈ ആറ്റിങ്ങലിൽ വലിയ തോതിൽ വോട്ട് ഉയർത്താൻ കഴിഞ്ഞ ശോഭയ്ക്ക് എന്തുകൊണ്ട് ഒരു A ക്ലാസ് മണ്ഡലം കൊടുത്തില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ഈ പറഞ്ഞ രഞ്ജിത്ത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിഷയം അത് നന്നായി തന്നെ വോട്ടാക്കി മാറ്റാം എന്ന ഉദ്ദേശത്തോടു കൂടി ശോഭയെ കൊണ്ടുവന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. ഏതായാലും സംസ്ഥാന ഘടകത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ചേരികളിൽ നിൽക്കുന്ന നേതാക്കളെ ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒരു കൗതുകമുണ്ട്. അത് ഇപ്പോൾ ശോഭയുടെ കാര്യത്തിൽ ആയാലും ശരി, MT രമേശിൻ്റെ കാര്യത്തിലായാലും ശരി, അവർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ K. സുരേന്ദ്രൻ പത്തനംതിട്ട ആഗ്രഹിച്ചിരുന്നു എന്നൊരു സൂചന നേരത്തെ കിട്ടിയിരുന്നു. പക്ഷെ അറിയില്ല, അപ്പോൾ അത് വേറെ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ PC ജോർജിൽ താല്പര്യമില്ല സംസ്ഥാന ഘടകത്തിന് എന്നുള്ള കാര്യവും നമ്മൾ നേരത്തെ കണ്ടതാണ്. അദ്ദേഹം നേരെ ദേശീയ തലത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടാണ് പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുമില്ല. നഡ്ഡയാണ് മെമ്പർഷിപ്പ് കൊടുത്തത്. അപ്പോൾ എന്തായാലും PC ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓടി നടന്ന് വോട്ട് പിടിക്കേണ്ടി വരും, പരിചയപ്പെടുത്തേണ്ടി വരും എന്ന് പറയുമ്പോൾ അങ്ങനെ പരിചയപ്പെടുത്താനും ഓടി നടക്കാനും PC ജോർജ് ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ ഒരു രാഷ്ട്രീയ കൗതുകമായി നിൽക്കുന്നു. ഈ പറഞ്ഞ പോലെ ഡോക്ടർ അബ്ദുൾ സലാം എന്നൊരു സ്ഥാനാർത്ഥി, അത് മലപ്പുറത്താണ്. മലപ്പുറത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്നുള്ളത് കൊണ്ട് ഒരു പേര് വന്നിരിക്കുന്നു എന്നതിലപ്പുറം അതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത പട്ടിക വരുമ്പോൾ മോദി ഒരു സ്ഥലത്ത് മാത്രമാണോ, അല്ലേ, വാരണാസിയിൽ മാത്രമാണോ എന്നുള്ള സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കുന്നൊക്കെയാണല്ലോ അതെ, പറയുന്നത്. ദക്ഷിണേന്ത്യയിലാണെങ്കിൽ എവിടെ രാമനാഥപുരത്തേക്ക് എത്തുമോ? അങ്ങനെയാണെങ്കിൽ അതിനു പിന്നിലെ രാഷ്ട്രീയം, ഇപ്പോൾ ശ്രീരാമ ക്ഷേത്രങ്ങൾ തോറുമുള്ള അദ്ദേഹത്തിൻ്റെ സഞ്ചാരം, അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുൻപ് അദ്ദേഹം പോയ ഒരു സ്ഥലം കൂടിയാണ് രാമനാഥപുരം. അവിടെ ലീഗാണ് മത്സരിക്കുന്നത്, ലീഗ് ജയിക്കുന്ന മണ്ഡലം. അപ്പോൾ ലീഗിനെ തോൽപ്പിക്കാനുള്ള വരവാണോ? അപ്പോൾ ന്യൂനപക്ഷത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എന്ത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പറയാറായിട്ടില്ല, അടുത്ത ഘട്ടത്തിൽ അത് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഇൻക്ലൂസീവ് എന്നുള്ള വാക്ക് പൂർണ്ണാർത്ഥത്തിൽ പ്രയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇനിയും ആയിട്ടില്ല. Meet the editors.